രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നൊരു പുതിയ ടോപ്പിക്കിലേക്ക് കയറുന്നു. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങൾ പഠിപ്പാൻ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിങ്കൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് വചനത്തിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നതുപോലെ ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ അത് ജീവനായി വ്യാപരിക്കുവാനും ദൈവമേ അത് പ്രവൃത്തി കൊണ്ടുവരുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ ഏറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ടോപ്പിക്ക് രക്ഷയിലേക്ക് എത്താത്ത ആളുകളുടെ ന്യായവിധിയെക്കുറിച്ചുള്ളതാണ്. അതിനായിട്ട് നമുക്ക് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് അതിനാധാരമായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1 മുതൽ 12 വരെ നമ്മൾ നോക്കുമ്പോൾ അധർമ്മമൂർത്തിയുടെ വെളിപ്പാടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും കുറിച്ചാണ് അവിടെ പറയുന്നത്. അധർമ്മമൂർത്തി എന്ന് പറയുമ്പോൾ ലോലെസ്, നിയമം ഒന്നുമില്ലാത്തവനെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ അവൻ വെളിപ്പെടാതിരിക്കുന്നത് ഇപ്പോൾ തടുക്കുന്നവൻ വഴിയിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ തടുക്കുന്ന വഴിയിൽ നിന്ന് മാറുകയും അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ അധർമ്മമൂർത്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിനകത്ത് കാണുന്നത് അവനെ ന്യായം വിധിച്ച് തീപ്പൊയ്യിൽ തള്ളിക്കളയുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ രക്ഷയിലേക്ക് എത്താത്തവരുടെ ന്യായവിധി എന്താകും എന്നാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അതിനായിട്ട് 2 തെസ്സലോനിക്കർ 2:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാരശക്തി അയക്കുന്നു. ഇവിടെ നമ്മൾ ഓർക്കും, ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുവാൻ വ്യാജത്തിൻ്റെ വ്യാപാരശക്തി അയക്കുമോ എന്നൊക്കെ നമ്മൾ വളരെ ചിന്തിക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കർത്താവ് സഭയെ എടുക്കും. നമുക്കറിയാം, കർത്താവിന് 2ാമത്തെ വരവെങ്കിൽ സഭയെ എടുക്കപ്പെടും. അതിനുശേഷം 7 വർഷത്തെ മഹോപദ്രവം ലോകത്തിലുണ്ടാകും. ഈ മഹോപദ്രവ കാലത്ത് പലർക്കും ഒരു ചിന്തയുണ്ട്, ഈ മഹോപദ്രവ കാലത്ത് ആരും രക്ഷിക്കപ്പെടുകയില്ല എന്നാൽ പലരും അന്ന് വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഹൂദന്മാരുടെ കൂട്ടത്തു നിന്നും ഒരു വലിയ ഗ്രൂപ്പും മറ്റ് ജാതികളുടെ ഇടയിൽ നിന്നും വലിയൊരു കൂട്ടവും അന്ന് രക്ഷപ്പെടും. എന്നാൽ രക്ഷിക്കപ്പെടാത്തവരുടെ എണ്ണമായിരിക്കും അന്ന് കൂടുതലുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ പോലെ അത്ര എളുപ്പമല്ല ആ മഹോപദ്രവകാലത്ത് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ഈ മഹോപദ്രവകാലം എന്ന് പറയുന്നത് തന്നെ ഒരു പീരിയഡ് ഓഫ് ജഡ്ജ്മെൻറ്റാണ്, ന്യായവിധിയുടെ കാലമാണ്. അത് സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് ഈ മഹോപദ്രവം ഉണ്ടാകുന്നത്. റോമർ 8:1 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ഈ 7 വർഷക്കാലം അവിടെ നടക്കുന്നത് ഒരു ഉപദ്രവമാണ്, ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം, സഭ ഈ മഹോപദ്രവത്തിന് മുമ്പായി തന്നെ കർത്താവ് വന്ന് സഭയെ കൊണ്ടുപോകും. എന്നാൽ പിന്നീട് അവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് ന്യായവിധിയുണ്ട്. ചില വാക്യങ്ങൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നോക്കാം. വെളിപ്പാടിൻ്റെ 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെയാണ് ന്യായവിധി, മഹോപദ്രവം. ആളുകൾ അവിടെ മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ മഹോപദ്രവകാലത്ത്. വെളിപ്പാട് 6-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, കുഞ്ഞാട് 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, വെളിപ്പാട് 6-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം
4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവനെ മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അപ്പോൾ അവിടെ കൊന്നുകളയുവാൻ മഞ്ഞ നിറമുള്ള കുതിരപ്പുറത്ത് വരുന്നത്, മഞ്ഞ നിറമെന്ന് പറയുന്നത് ഒരു പെയിൽ കളറാണല്ലോ, അത് മരണമാണ്. അവർക്ക് ക്ഷാമം കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ആളുകൾ മരിക്കുവാൻ ദൈവം അനുവദിക്കുന്നത് നമുക്കവിടെ കാണാം. വീണ്ടും വെളിപ്പാട് 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. അവിടെയും മരണം കാണുന്നു. 9-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. അപ്പം അത് കഴിഞ്ഞ് വെളിപ്പാട് 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ 7000 പേർ മരിച്ചു പോയതായിട്ട് നമ്മൾ കാണുന്നു. 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. അപ്പോൾ ഈ മരിച്ചു പോയവർക്കൊന്നും ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. എന്തുകൊണ്ടാണ് ആളുകളിങ്ങനെ നശിച്ചു പോയത് എന്ന് ചിന്തിച്ചാൽ, ദൈവത്തിന് ഒരിക്കലും ഒരു ആൾ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് താല്പര്യമില്ല. ഇവർക്കെല്ലാവർക്കും സുവിശേഷം കേൾക്കുന്നതിന്, രക്ഷിക്കപ്പെടുന്നതിനും ദൈവം അവസരം കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചില്ല 2 തെസ്സലോനിക്കർ 2:10-12 വരെ. സത്യം അവർ കേട്ടിട്ടും അവരെ അനുസരിച്ചില്ല എന്നുള്ളതാണ് അവരൊക്കെ നശിച്ചു പോകാനുള്ള കാര്യം. 10 മുതൽ 12 വരെ ഞാൻ വീണ്ടും വായിക്കാം. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൈക്കൊള്ളായാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാരശക്തി അയക്കുന്നു. സത്യത്തെ അവർ സ്നേഹിച്ച് കൈക്കൊള്ളാതെ അനീതിയിൽ രസിച്ചു. പഴയ നിയമത്തിൽ നമുക്കറിയാം, യെഹെസ്കേലിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദുഷ്ടൻ്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പോൾ ദുഷ്ടനോട് സത്യത്തെ ഓർപ്പിക്കുക. അവൻ അവൻ മാനസാന്തരപ്പെട്ട് കടന്നു വന്നാൽ അവൻ നശത്തിലേക്ക് പോവുകയില്ല. അതുകൊണ്ട് ദൈവം ഒരിക്കലും ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വഴി വിട്ടുതിരിയാനുള്ള പല അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. വീണ്ടും സുവിശേഷം, ഈ വെളിപ്പാട് പുസ്തകത്തിനകത്തും ഒരു നിത്യ സുവിശേഷം അറിയിക്കുന്ന ഒരു ദൂതനെ നമ്മളിവിടെ കാണുന്നുണ്ട്. 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഒരു നിത്യ സുവിശേഷം. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിക്കുവാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുകയും അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ഇതാണ് ആ ദൂതൻ വിളിച്ചു പറഞ്ഞ നിത്യസുവിശേഷം. ആ ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ മനം തിരിയുവാനാണ് ഈ ദൂതൻ അവിടെ വിളിച്ചു പറയുന്നത്. ദുഷ്ടന്മാർ നശിച്ചു പോകാൻ ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല. എന്നാൽ ഇവർ മനുഷ്യർ പ്രസംഗിച്ച സുവിശേഷം അവർ കേൾക്കുന്നില്ല. ദൂതൻ പ്രസംഗിച്ച സുവിശേഷവും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ മരിച്ചു പോകാനിടയായിത്തീരുന്നത്, നശിച്ചു പോകാനിടയായിത്തീരുന്നത്. സുവിശേഷം നമുക്ക് നൽകുന്നത് രക്ഷയാണ്. എന്നാൽ ഈ രക്ഷ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ലഭിക്കാൻ പോകുന്നത് ശിക്ഷയാണ്. നമുക്ക് 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം കൂടെ പരിശോധിക്കാം. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് നമ്മളവിടെ വായിക്കുന്നത്. 2 പത്രോസ് 3:9. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കർത്താവ് ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല, ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്ക് അറിയാം, കർത്താവ് വരുവാൻ താമസിക്കുന്നത് തന്നെ ഇനി കുറച്ച് പേരൂടെയെങ്കിലും രക്ഷ പ്രാപിക്കണം. അതിനു വേണ്ടിയിട്ട് ദൈവം വീണ്ടും വീണ്ടും അവസരം കൊടുക്കുകയാണ്. യോഹന്നാൻ 3:16 നമ്മൾ കാണുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു.
ഒരു ഗോൾഡൻ നിയമമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഒരു അനുഗ്രഹമാണല്ലോ അത്. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ, തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ തരുന്നത് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. അപ്പോൾ ഈ ദൈവസ്നേഹവും കരുതലും തിരിച്ചറിയാതെ ദൈവത്തെ ദുഷിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ന്യായവിധി അവർക്ക് വന്നത്. ദൈവം ഒരു കഠിന ഹൃദയനായിട്ട് എല്ലാവരെയും കൊന്നുകളയുകയില്ല. ആവശ്യത്തിന് അവസരങ്ങൾ നൽകിയിരുന്നു. എന്നാൽ എബ്രായർ 9:27 നമ്മൾ കാണുന്നുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കിയാൽ. അപ്പോൾ ഈ മഹോപദ്രവകാലത്ത് മരിച്ചു പോയവരെ അവർക്ക് വീണ്ടും ഒരു ന്യായവിധിയാണ് പിന്നീട് അവരെ കാത്തിരിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വം വിട്ടകന്നു പോകുന്നവർ, അവർ നിത്യത മുഴുവനും പിശാചിൻ്റെ കൂടെ നിത്യനരകത്തിൽ വീഴും. എന്തുകൊണ്ടാണ്? 2 തെസ്സലോനിക്കർ 2:10 വീണ്ടും നമുക്ക് വായിക്കാം, സത്യമനുസരിക്കായകൊണ്ട് വിശ്വസിച്ചില്ല. 11-ാം വാക്യത്തിൽ പറയുന്നത്, അവരുടെ മനസ്സ് ദുഷ്ടതയും കാഠിന്യവും ഉള്ളതായിരുന്നു. സത്യത്തിൽ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അവർ അനീതിയിൽ രസിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് നമ്മൾ റോമർ 1-ാം അധ്യായത്തിനകത്തും അതിൻ്റെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അവിടെയും ദൈവം ഭോഷ്ക്ക് വിശ്വസിക്കത്തക്കവണ്ണം അവരെ ഏൽപ്പിച്ച് കളഞ്ഞു. അത് കാണുമ്പോൾ നമ്മൾ ഓർക്കും, ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കുന്നത് നല്ലതാണ്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. അവർ ഭോഷ്കിനെ പ്രിയപ്പെട്ടു എന്നുള്ളതാണ്. പുതുദോഷം സങ്കല്പിക്കുന്നവർ, ഇവർക്കൊരു കുറ്റബോധം ഉണ്ടാകുന്നേയില്ല. വീണ്ടും വീണ്ടും പുതിയ പുതിയ ദോഷങ്ങൾ കണ്ടുപിടിക്കുകയാണ്. മനസ്താപം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇനി അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവം അവരെ ഉപേക്ഷിച്ച് കളയുന്നത്, അവരെ വിട്ടുകളയുകയാണ്. ദൈവം അവരെ ന്യായം വിധിച്ചു. അവർ സത്യത്തെ വിശ്വസിക്കുന്നില്ല. അവർ സ്നേഹിച്ചത് പിന്നെ എന്തിനെയാണ്? പിശാചിൻ്റെ ഭോഷ്കിനെയാണ്. ഭോഷ്കിനെ പ്രിയപ്പെട്ട് ഭോഷ്ക് പറഞ്ഞ് ഭോഷ്കിൻ്റെ പ്രവൃത്തികളിൽ ആണ് അവർക്ക് താല്പര്യമുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും വായിക്കാം. 21-8. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2-ാമത്തെ മരണം. അപ്പോൾ ഈ വക പ്രവർത്തിക്കുന്നവർക്കുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലാണ്. അത് 2-ാമത്തെ മരണം. വെളിപ്പാട് 21:8 നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ 22:15 22:15 വാക്യത്തിൽ, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അപ്പോൾ ഭോഷ്കിൽ പ്രിയപ്പെടുന്നവരല്ലേ, അതിനെ രസിക്കുന്ന ആളുകളുണ്ട്. അവരൊന്നും ഈ നിത്യജീവനിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് പലതവണ സുവിശേഷം വന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിനുള്ള അവസരം അവർക്ക് നിരന്തരം ലഭിച്ചിട്ടും അവർ നിരന്തരം അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം അവരെ കൈവിട്ട് കളയുന്നത്. ഇപ്പം നമ്മുടെ മൊബൈലിനകത്തും നമുക്ക് നിരന്തരം സുവിശേഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളത് കണ്ടിട്ടും പലപ്പോഴും അതിനെ അങ്ങ് മാറ്റിക്കളഞ്ഞ് അടുത്തതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോകും. അത് തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ വേണമെങ്കിൽ ഒരു കോമഡി ഷോയൊക്കെ കാണും. വളരെ സന്തോഷത്തോടെ ആസ്വദിക്കാൻ നമുക്കതായിരിക്കും താല്പര്യം. അങ്ങനെ ഇത് കേൾക്കാൻ താല്പര്യപ്പെടാതെ ഭോഷ്കിൽ പ്രിയപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ളവരെയാണ് ദൈവം അവസാനം ഉപേക്ഷിക്കുന്നത്. ഒരു പ്രാവശ്യമൊന്നുമല്ല, പല പ്രാവശ്യമാണ് ദൈവം സുവിശേഷവുമായിട്ട് മനുഷ്യരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരിൽ കൂടെ. ഒന്നുകിൽ സത്യത്തിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ ഭോഷ്കിൻ്റെ പക്ഷത്തായിരിക്കും മനുഷ്യർ.
സത്യത്തിൻ്റെ കൂടെ അല്ലാത്തവരെല്ലാം ഭോഷ്കിൻ്റെ പക്ഷത്താണ്. അതിനിടയ്ക്കുള്ള ഒരു വഴിയുമില്ല. അപ്പോൾ റോമൻസിലെ ബൈബിൾ റോമറിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, ദൈവം അവരെ കൈവിട്ട് കളയും എന്നാണ്. എങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ പഴഞ്ചൊല്ലുണ്ടല്ലോ, പോയ വഴിയെ അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് പലപ്പോഴും അവസരം കൊടുത്തിട്ടും അനുസരിക്കാതെ പോകുന്നവരെ ദൈവം റോമർ 1:24 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അവരെ ഏൽപ്പിച്ചു കൊടുത്തു, ഏൽപ്പിച്ച് കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. അവരുടെ മനസ്സിൽ അശുദ്ധി തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് മാനസാന്തരപ്പെടുവാൻ യാതൊരു താല്പര്യമില്ല. അനീതിയിൽ രസിക്കാൻ അവരെ ദൈവം ഏൽപ്പിച്ച് കളഞ്ഞു. അതൊക്കെ ആരുടെ കുറ്റമാണ്? ദൈവത്തിൻ്റെ കുറ്റമല്ല. പല അവസരങ്ങൾ കൊടുത്തിട്ടും സ്വീകരിക്കാത്തതുകൊണ്ടാണ് ദൈവം അവരെ കൈവിട്ട് കളയാൻ, ഭോഷ്കിനെ പറയാൻ അവരെ ഏൽപ്പിച്ച് കളയുന്നത്. ഇത്ര അവസരങ്ങൾ കൊടുത്തിട്ടും സത്യം അവർ വിശ്വസിക്കുന്നില്ല. സത്യം 2 തെസ്സലോനിക്കർ 10:22-11-12 വാക്യങ്ങളിൽ, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അവർക്ക് രക്ഷിക്കപ്പെടുവാൻ കൊടുത്ത അവസരങ്ങൾ അവർ തന്നെ തള്ളിക്കളഞ്ഞു. പഴയ നിയമത്തിലും നമുക്കിങ്ങനെ സംഭവം കാണാം. മിസ്രൈം രാജാവായ ഫറവോനെ നോക്കുമ്പോൾ അടിമത്തത്തിൽ നിന്നും ജനത്തെ വിടുവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പദ്ധതി അറിയിക്കേണ്ടതിന് ദൈവം മോശയെ ഫറവോൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ദൈവമാണ് സംസാരിക്കുന്നത് എന്നറിയിക്കാൻ ദൈവം വചനം കൊടുത്തു. പല അത്ഭുതങ്ങളും അവൻ്റെ രാജാവിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു. എന്നാൽ ഓരോ പ്രശ്നം വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഫറവോൻ ചെറുതായിട്ടൊന്നിന് മാനസാന്തരപ്പെട്ട പോലെ നമുക്ക് തോന്നും. എന്നാൽ അത് കേവലം അതരസേവ മാത്രമേ ഉള്ളായിരുന്നു. കാര്യം അവരുടെ ബുദ്ധിമുട്ട് മാറിക്കഴിയുമ്പോൾ വീണ്ടും അവൻ്റെ ഹൃദയം കഠിനമാവുകയാണ്. അതുപോലെയാണ് ഇന്നും നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചൊക്കെ കൊടുക്കും കഷ്ടതകളൊക്കെ വരുമ്പോൾ. എന്നാൽ പിന്നീട് ആ മനോഭാവം അങ്ങ് മാറും. പുറപ്പാട് 7:13 10:2 നമ്മൾ കാണുന്നുണ്ട്, ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. പല പ്രാവശ്യം അത്ഭുതങ്ങൾ കണ്ടിട്ടും അത് വീണ്ടും മത്സരിച്ച് നിന്നതുകൊണ്ടാണ് ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കുന്നത്. പിന്നെ നിരന്തരം സാത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭോഷ്കുണ്ട്. അത് തിരിച്ചറിഞ്ഞാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അവനത് ആദ്യം പറഞ്ഞത് നമ്മുടെ മാതാവായ ഹവ്വായോടാണ് പറഞ്ഞത്. അവൻ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെപ്പോലെയാകും എന്നാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നിങ്ങളുടെ മുകളിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ളൊരു ഭോഷ്കാണ് ഹവ്വായോട് പറഞ്ഞത്. അതിനെക്കുറിച്ചുള്ളതായ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കുറേ കാര്യങ്ങളോട് ചിന്തിക്കാനുണ്ട്. ഇന്ന് നമുക്ക് ഈ ഭാഗം കൊണ്ട് ക്ലോസ് ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ അടുത്ത പാർട്ടിൽ നമുക്ക് ന്യായവിധിയെക്കുറിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.